CPM-ലെ പുകഞ്ഞുകൊള്ളി പുറത്ത് എന്ന കർക്കശ നിലപാടിൽ ഉറച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ടു പോകുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവിനാണ് കളമൊരുങ്ങുന്നത്. ആലപ്പുഴയിൽ വിവിധ പരിപാടികൾക്കായി മുഖ്യമന്ത്രി എത്തുന്നുണ്ടെങ്കിലും പാർട്ടി അംഗത്വം പുതുക്കാതെ വിട്ടുനിൽക്കുന്ന മുതിർന്ന നേതാവ് ജി സുധാകരനെ അദ്ദേഹം കാണില്ലെന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. സുധാകരനെ അനുനയിപ്പിക്കാൻ MV ഗോവിന്ദനും MA ബേബിയും നടത്തിയ നീക്കങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ അച്ചടക്കത്തിന് വിരുദ്ധമായി നിൽക്കുന്നവരോട് ഇനി വിട്ടുവീഴ്ച വേണ്ടെന്ന ഉറച്ച നിലപാടിലാണ് മുഖ്യമന്ത്രി. ഇതോടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും CPM-ന് ഇതൊരു വലിയ വിമത ഭീഷണിയായി മാറുകയും ചെയ്തിരിക്കുകയാണ്. തന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച നിർണായക തീരുമാനം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മൗനം ശക്തമാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുമ്പോഴും തന്നെ രാഷ്ട്രീയമായി ഒതുക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി തിരഞ്ഞെടുപ്പ് ഗോതയിൽ തന്നെ നൽകാനാണ് അദ്ദേഹത്തിന്റെ നീക്കം. സലാം MLA-യുടെ പരാതിയും അതിന്മേലുണ്ടായ 22 കുറ്റാരോപണങ്ങളും തന്നെ പൊതുമധ്യത്തിൽ അപമാനിക്കാനായിരുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം പാർട്ടിയിൽ ഒരു ബ്രാഞ്ച് അംഗത്തിന്റെ പരിഗണന പോലും തനിക്ക് ലഭിക്കുന്നില്ലെന്ന സുധാകരന്റെ തുറന്നു പറച്ചിൽ വരും ദിവസങ്ങളിൽ CPM-ന് വലിയ തലവേദനയാകും. സുധാകരന്റെ ഈ വിമത നീക്കം അമ്പലപ്പുഴയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് ആലപ്പുഴ ജില്ലയിലാകെ ഇടതുമുന്നണിയുടെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. PK ശശിയെ പുറത്താക്കിയതിന് പിന്നാലെ സുധാകരൻ കൂടി പാർട്ടിക്ക് പുറത്തേക്ക് നീങ്ങുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇതിനിടെ അമ്പലപ്പുഴയിൽ UDF തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ മാറ്റിവെച്ചിരിക്കുന്നത് സുധാകരന് പിന്തുണ നൽകാനാണെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഇത് CPM-ന് ഇരട്ട പ്രഹരമാകാനാണ് സാധ്യത.